കുരിശ് എല്ലായ്പ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നു. ഇത് വെറും കഷ്ടതയുടെ മാത്രം അടയാളമായിട്ടല്ല, ദൈവകൃപയുടെ മഹത്തായ സാക്ഷാത്കാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കുരിശിലാണ് ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും വെളിപ്പാടുകൾ നാം ദർശിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം കുരിശ് കൃപയുടെ സാക്ഷാത്കാരം എന്നുള്ളതാണ്. നൽകപ്പെട്ട വേദഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, കുരിശ് ദൈവകൃപയുടെയും പാപക്ഷമയുടെയും അടയാളം. കുരിശ് ദൈവകൃപയുടെയും പാപക്ഷമയുടെയും അടയാളം. മീഖാപ്രവചനം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കരുണ കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ മീഖ പരിചയപ്പെടുത്തുന്നു. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. മീഖാപ്രവചനം 7-ാം അധ്യായം 19-ാം വാക്യം. ഈ പ്രവചന ഭാഗത്തിൻ്റെ പൂർത്തീകരണമാണ് നാം കുരിശിൽ ദർശിക്കുന്നത്. പാപത്തെ പൂർണ്ണമായി പരിഹരിക്കുന്ന ഇടമാണ് കുരിശ്. അവിടെ അകൃത്യങ്ങൾ നീക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. കുരിശ് നീതിയും കരുണയും ഒത്തുചേരുന്ന ഇടമാണ്. ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പാപങ്ങളെ മറക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ക്ഷമിക്കാൻ കഴിയാത്തതായി ഒരു പാപവുമില്ല. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നും ലഭ്യമാകുന്ന ഈ ഉറപ്പ് നമുക്ക് ലഭ്യമാക്കാം. അതെ, ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ തിരിച്ചു വരുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ ക്രൂശ് മുഖാന്തരം അതിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. മീഖായുടെ ദൈവിക കരുണയെക്കുറിച്ചുള്ള ഈ അതിശ്രേഷ്ഠമായ പ്രവചനം ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ സ്വയം പരിശോധിക്കുവാനും വിലയിരുത്തുവാനുമുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥകളെ ദൈവം മുമ്പാകെ തുറന്നു വയ്ക്കാം. നമ്മുടെ ഭാരങ്ങളെ സ്വയം ചുമക്കുന്നത് മതിയാക്കി കുരിശിൻ്റെ ചുവട്ടിൽ ഇറക്കി വയ്ക്കാം. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ കൃപ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഭയത്തോടു കൂടിയല്ല, പ്രത്യാശയോടു കൂടി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, കുരിശ് സഹനത്തിൻ്റെ മാതൃക. കുരിശ് സഹനത്തിൻ്റെ മാതൃക. 1 പത്രോസ് 2-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കുരിശ് സഹനത്തിൻ്റെ മാതൃകയും മൂർത്തിഭാവമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. ഇവിടെ ദൈവകൃപയുടെ 2 പ്രധാന തലങ്ങൾ നാം കാണുന്നു. ഒന്നാമതായി ദൈവിക വീണ്ടെടുപ്പിൻ്റെ തലം. യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അങ്ങനെ നമുക്ക് വിടുതലും സൗഖ്യവും നൽകി തന്നു. രണ്ടാമതായി രൂപാന്തരത്തിൻ്റെ തലം. ക്രിസ്തുവിലൂടെ പുതിയ ജീവിത അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ക്രിസ്തുവിന് മാതൃക നേടുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. കഷ്ടതകളിൽ പിറുപിറുക്കാതെയും മറുതലിക്കാതെയും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. കുരിശ് എന്നത് ക്രിസ്തു നമുക്ക് നൽകി തന്ന വീണ്ടെടുപ്പും രക്ഷയും മാത്രമല്ല, നാം എങ്ങനെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന മാതൃക കൂടി നമുക്ക് നൽകി തന്നിരിക്കുന്നു. കൃപ എന്നത് വെറുതെ നൽകുവാൻ കഴിയുന്ന ഒന്നല്ല, അതിന് വലിയ വില നൽകേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയാണ് നമ്മുടെ കരുണ കാണിച്ചത്. അതുപോലെ മറ്റുള്ളവരോട് കൃപയുള്ളവരാകുവാൻ സഹനത്തിൻ്റെയും കഷ്ടതയുടെയും പാതകൾ നാം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ എളിമയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും വേണം. നോമ്പെന്നത് രചനത്തിലൂടെ മാത്രമല്ല, കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് അർത്ഥവത്താകുന്നത്. യേശു താൻ നേരിട്ട കഷ്ടതകളെ മറുതലിപ്പില്ലാതെ ഏറ്റെടുത്തു. അനീതിയുടെ മധ്യത്തിലും സ്നേഹവും സഹനവും പ്രാവർത്തികമാക്കി. ശരിയായ ഉപവാസം എന്നത് ഭക്ഷണക്രമത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദേഷ്യം, അഹങ്കാരം, വൈരാഗ്യം, പ്രതികാര ചിന്ത, അസൂയ ഇവയെല്ലാം ഉപേക്ഷിക്കണം. അത് നമ്മെ അനുതാപത്തിലേക്കും പാപക്ഷമയിലേക്കും നയിക്കുകയും ദൈവകൃപ ലഭിക്കുവാനുള്ള പാതകൾ തുറന്ന് തരികയും ചെയ്യും. മൂന്നാമത്തെ ചിന്ത, കുരിശ് വ്യക്തികളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. കുരിശ് വ്യക്തികളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. മർക്കോസ് 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ കുരുടനായിരുന്ന ഭൃത്യമായി ഇപ്രകാരം നിലവിളിച്ചു: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഈ കരച്ചിൽ ദൈവകൃപ ലഭിക്കുവാനുള്ള മനുഷ്യൻ്റെ ആവശ്യത്തെയും ആഗ്രഹത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ചുറ്റുമുണ്ടായിരുന്ന പുരുഷാരവും ജനക്കൂട്ടവും ഭൃത്യമായിയെ അവഗണിക്കുകയും
നിശബ്ദനാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ യേശു അവനെ വിളിക്കുന്നു. ഭൃത്യന്മാരുടെ വിശ്വാസത്തോടു കൂടിയ നിലവിളിയാണ് സൗഖ്യത്തിന് കാരണമായത്. യേശുവിൻ്റെ ഈ കാരുണ്യം കാൽവരി ക്രൂശിൽ നമുക്ക് ലഭ്യമാണ്. ഭൃത്യമായിക്ക് കാഴ്ച ലഭിക്കുന്നു. മാത്രമല്ല അവൻ യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കുരിശ് നമുക്ക് ശാരീരികവും മാനസികവും വൈകാരികവുമായ സൗഖ്യം മാത്രമല്ല നൽകി തരുന്നത്, ആത്മീയ സൗഖ്യവും രൂപാന്തരവും കൂടി നൽകി തരുന്നു. ഭൃത്യമായിയെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധമായ അവസ്ഥകളെ മനസ്സിലാക്കുവാനും ദൈവിക കരുണയ്ക്കായി നിലവിളിക്കുവാനും കുരിശ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കുവാനും അതിലൂടെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് കഴിയണം. കുരിശിലേക്ക് നാം നോക്കുമ്പോഴാണ് ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നത്. ദൈവം പാപങ്ങളെ ക്ഷമിക്കുകയും നമുക്ക് വേണ്ടി കഷ്ടത ഏറ്റെടുക്കുകയും നമ്മെ കേൾക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഇപ്രകാരം കുരിശ് ഒരിക്കലും ഒരു പരാജയത്തിൻ്റെ അടയാളമല്ല, ദൈവസ്നേഹത്തിൻ്റെ വ്യക്തമായ പ്രകടനത്തിൻ്റെ അടയാളമാണ്. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കുരിശിനെ സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവിക കൃപയും വിടുതലും ലഭ്യമാകുന്നു. ക്രിസ്തുവിനെ പോലെ സഹനത്തിൻ്റെയും കഷ്ടതയുടെയും പാത ഏറ്റെടുക്കുക. കുരിശിനെ ഒരു അടയാളം മാത്രമായിട്ടല്ല, ജീവിക്കുന്ന യാഥാർത്ഥ്യമായി നമ്മിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തണം. കുരിശ് ദൈവകൃപയുടെ സാക്ഷാത്കാരമാണ്. അത് നമ്മുടെ ഏത് പാപങ്ങളും ക്ഷമിക്കുകയും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുകയും ദൈവകൃപയാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുരിശിനെ നോക്കി ജീവിക്കുന്നതോടൊപ്പം കുരിശിലൂടെ വെളിപ്പെട്ട ദൈവകൃപ അനുദിനം അനുഭവിക്കുവാനും നമുക്ക് ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.